നീ അത്രയ്ക്ക് സാമർഥ്യശാലിയോ? അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളെ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് വന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു, പടം കൊള്ളായിരുന്നു. എത്ര പറയാനുള്ള എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. അല്ല എന്ത് പറ്റി? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. VFX പരിപാടിയൊന്നും മറക്കായില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടായിരുന്നു, ഇവന്റെ സ്റ്റോറിയൊക്കെ എന്തായി? സംഗതി കുളമായി. ഈ വാക്ക് കേട്ടാ മതി. ലാലേട്ടന്റെ സീനെന്ന് വെച്ചാൽ അത്ര ഉള്ളെങ്കിലും പുളിയാട്ടാ കാണിച്ചത്. അത് മതി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തല്ല. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒരു ഭക്തിപരമായ ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? നമ്മുടെ ഇവിടെ കേരളത്തിൽ അധികം തോന്നുന്നില്ല. സ്വാഭാവികം. ലാലേട്ടന്റെ വരവൊക്കെ നല്ല അടിപൊളിയാണ്. ഏറ്റവും ഇതിനകത്ത് ഈ സിനിമയുടെ എടുത്ത് പറയേണ്ട ഒരു ഗ്രാഫിക്സും വിഷ്വലും ഒക്കെയാണ്. ലാലേട്ടന്റെ വരവൊക്കെ നല്ല ഗംഭീരമായിട്ടൊക്കെ ഉണ്ട്, നല്ല ത്രില്ലിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതങ്ങ് കേട്ടാ മതി. പക്ഷെ ഒരു ഭക്തി, അതായത് തിരുപ്പതി കാളഹസ്തി ക്ഷേത്രത്തെ കുറിച്ചുള്ള ചരിത്രമാണ് പറയുന്നത്. അതിൽ മഹാദേവന്റെ ഒക്കെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ എത്രത്തോളം വിജയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവസാനത്തിന് അരമണിക്കൂർ രക്ഷയില്ല, നല്ല മേക്കിംഗ്. ഭക്തി ഒരു ലോഡ് ശിവനെ ബേസിലുള്ള നല്ലത് പടമായിട്ട് തോന്നുന്നു. ഭഗവാനെ ഭക്തവത്സല, എല്ലാം നിന്റെ മായ. മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വന്നു പോകും. നല്ല 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 മേക്കിംഗ്. അത് ഇച്ചിരി ഹെവി ആയിട്ടുണ്ട്. MB GB ഒക്കെ ഇച്ചിരി കൂടുതലാണ്. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. എങ്ങനെയുണ്ട് പടം? 160 രൂപ വെറുതെ പോയി. ഇത് മലങ്കൾട്ടിന് മേലെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിരുന്നു പൊട്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ, നല്ല കളർഫുൾ ആയിട്ടില്ലേ. ஃபர்ஸ்ட் லுக் நல்லா இருக்கு, டெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. കാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കാട്ടവരാത സിനിമ. കാക്ക ഷോക്കടിച്ച പോലത്തെ ഒരു വിഗും ചാക്കവള്ളി ഫെവിക്കോളിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ താടിയും, എന്റെ ദൈവമേ, അത്രയും നാറിയ ഒരു പടം. എന്റെ ഭഗവതി, ഒരാപത്ത് വന്നപ്പോ ആരുമില്ലാണ്ടായല്ലോ. തൊലി പൊളിഞ്ഞാൽ എന്താടി, എന്റെ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ. ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ. കാട്ടവരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കൾട്ട് കാട്ടവരാതം. എന്റെ ശിവനെ എന്ന് വിളിച്ചുപോയി പടം കണ്ടപ്പോഴും. എന്തൊക്കെയോ പറയും, എന്ത് മലങ്കൾട്ടായിട്ട് ഇങ്ങനെ കാണോ, അത് വേറെ വഴിയില്ല. OTT ഇറങ്ങട്ടെ, നമ്മളെ പടങ്ങൾ ആൾക്കാർ ഏറ്റെടുക്കും. OTT ഇറങ്ങണമെങ്കിൽ ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം. മുകേഷ് കുമാർ സിംഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, എന്റെ പൊന്നാണ്, പണി നിർത്ത്. ഖത്തം കർലോ, മത്ത് അഭി മത്ത് സിനിമ എടുക്കൽ. ഓക്കെ, ആമാശത്തിൽ കയറി വെടി വെക്കല്ലേ.